ഇഡ്ഡലിക്കായിട്ട് രാവിലെ അരച്ച് വെച്ചത് കേട്ടോ. എന്താ മുഴുവൻ പുളിച്ച് താട്ടിക്കൊക്കെ ചാടിയിട്ടുണ്ട്. മൊത്തം പുളിച്ച് നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആക്കി എടുക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ ഞാൻ ഇത് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി മാവ് ഒഴിക്കുകയാണെങ്കിൽ ഒന്ന് ചൂടാറി കഴിഞ്ഞ് എടുത്താൽ പിടിക്കാതെ വരും കേട്ടോ. ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. അരി മുഴുവനും ഈസ്റ്റും തേങ്ങയും ചോറും കൂടെ അരയ്ക്കും. പിന്നെ അരി വെള്ളത്തിൽ നേരെ കൊടുത്ത് ഇത്തിരി ഉലുവ ഇടും കേട്ടോ. പിന്നെ അരി അരയ്ക്കാൻ നേരത്ത് കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർക്കുക. അത് ഞാനൊരു യൂട്യൂബിനകത്ത് കണ്ടു കേട്ടോ. അപ്പോൾ നല്ലോണം കുളിച്ച് നല്ല ഇതായിട്ടിരിക്കും. എനിക്ക് ഇഡ്ഡലിനേക്കാളും ഇഷ്ടം ദോശ കേട്ടോ. നമുക്ക് തന്നെ ഇഡ്ഡലി ഇഷ്ടം. അപ്പോൾ അത് കാരണം ഒരു പാത്രം ഇഡ്ഡലി കേട്ടോ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഞാൻ ദോശ ഉണ്ടാക്കി. എൻ്റെ ഇഡ്ഡലി എന്തായി നോക്കാം കേട്ടോ. എന്തോ നോക്കട്ടെ. സ്പൂൺ കൊണ്ട് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് പിടിച്ചിട്ടൊന്നും ഞാൻ ഇഡ്ഡലി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് ചൂടാറാൻ വയ്ക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കുത്തിയെടുക്കാം. അന്നേരം നന്നായിട്ട് പറ്റി പിടിക്കാതെ പോരും പാത്രത്തിൽ. ഇഡ്ഡലി അങ്ങനെ ചൂടാറി ഇതാ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെട്ടിയിട്ടിട്ടുണ്ട്. ഉണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ പാത്രത്തിലേക്ക് ഇടാം. പിന്നെ പെട്ടെന്ന് ഇഡ്ഡലിക്കുള്ള ചമ്മന്തി ആക്കി എടുത്തു കേട്ടോ. തേങ്ങ ചമ്മന്തി ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് എടുത്തത്. ഉരുകിയിരിക്കുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. അതാണ് പിന്നെ വെള്ളത്തിലാക്കി എടുത്തു. ഇഡ്ഡലി ചമ്മന്തിക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ദോശ ചുട്ടെടുക്കാം കേട്ടോ. ദോശ എനിക്കാണ്. അപ്പോൾ നല്ലോണം ഒന്ന് കറക്കി കൊടുക്കാം. ഇല പോലെ കറക്കി കൊടുക്കാം. അന്നേരം നല്ല മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ല കറുമുറാന്നിരിക്കും അല്ലേ. ഞാൻ നെയ്യ് ഒഴിക്കാറില്ല കേട്ടോ. നെയ്യുടെ രുചി എന്തോ പോലെ തോന്നും. അതുകൊണ്ട് നെയ്യ് ഒഴിക്കാറില്ല. ഇതൊന്ന് മുരിയിട്ടല്ലേ. നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ശരിക്കും മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കാം. നല്ല മുരിഞ്ഞ് നല്ല മുരുമുരാന്നിരിക്കുന്നു. പിന്നെ ചായ കുടിക്കല്ലേ. അപ്പോൾ അവിടെ ദോശയും ചമ്മന്തി ചായയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാം. എല്ലാവരും ചായ കുടിച്ചോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഓക്കേ.